നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചിത്രകലയെ നെഞ്ചോട് ചേർത്ത് ചാലയിലെ പ്രിയ കലാകാരൻ പ്രമോദ്. ജീവൻ തുടിക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് കരയൻ ഹൗസിൽ പ്രമോദിന്റെ വരയിലൂടെ പിറന്നത്. ദൈവങ്ങളും പ്രകൃതിയും എല്ലാം ചായക്കൂട്ടിൽ പുനർജനിച്ചു. ഒപ്പം ബോൺസായി മരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വീട്ടിലും ഒരുക്കിയിട്ടുണ്ട് പ്രമോദ്. കലാപരമായിട്ടുള്ളത് എന്തും അനന്തസാഗരമാണ്. അങ്ങനെ ഒരാളെ തേടിയാണ് ഞങ്ങൾ ചാലക്കുന്ന് ചിന്മയ മിഷൻ കോളേജിന് തൊട്ടടുത്തുള്ളൊരു വീട്ടിലെത്തിയത്. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാൻ പോകുന്ന പൂരം കേട്ടറിയണ്ടെന്നല്ലേ. വാ, നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങാം. ഈ കാണുന്ന ചിത്രങ്ങളിലെ ജീവൻ്റെ തുടിപ്പ് ചിത്രകല അഭ്യസിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്നാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാവുമോ? ഇല്ല. കാരണം അത്രയേറെ പൂർണ്ണതയോടെയാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. ഈ കലക്കു പിന്നിലെ കലാകാരൻ ചാലക്കുന്ന് ചിന്മയ മിഷൻ കോളേജിന് സമീപം കരയൻ ഹൗസിൽ പ്രമോദാണ്. ചിത്രരചന പഠിക്കാത്ത ഇദ്ദേഹം വിവിധ തരം കുപ്പികളിൽ തീർത്ത വർണ്ണവിസ്മയം കാണേണ്ടത് തന്നെയാണ്. തെയ്യങ്ങൾ, മൊണാലിസ, പീലി വിടർത്തിയാടുന്ന മയില് തുടങ്ങി എത്രയെത്ര ചിത്രങ്ങളാണ് കുപ്പിയിൽ ജീവൻ വെച്ചത്. ഈ ചിത്രങ്ങൾ എല്ലാം അക്രലിക് പെയിന്റിലാണ് വരച്ചിരിക്കുന്നത്. കൂടാതെ കരിങ്കല്ലിൽ തീർത്ത ശിവരൂപം, ചുവരിൽ വരച്ച ഗീതോപദേശം, മരപ്പലകയിൽ തീർത്ത പെയിന്റിംഗ് എന്നിവയും പ്രമോദിന്റെ വരകളിൽ പിറന്നിട്ടുണ്ട്. പ്രമോട്ട, ഇത് ഈ ഒരു ആർട്ട് നിങ്ങൾ തുടങ്ങാനുണ്ട ഒരു പ്രധാന കാരണം എന്താണ്? പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണയുടെ ടൈമിന് കുറേ ഫ്രീ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് യൂട്യൂബിലെല്ലാം ഇങ്ങനെ കണ്ടതുകൊണ്ട് ഒന്ന് ചെയ്യാന്നുള്ള ഒരു ഇതിൽ ഞാൻ ചെയ്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് പ്രമോട്ടിന് മുന്നേ പരിചയമുണ്ടോ ഇതേപോലുള്ള ആർട്ട് അങ്ങനെ പരിചയം ഉണ്ടായില്ല. സ്കൂൾ പഠിക്കുന്ന കാലത്തെല്ലാം ഡ്രോയിങ് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നെ അതിനങ്ങ് ഒഴിവാക്കിയ പോലെയാണ്. പിന്നെ അതിനുശേഷമാണ് അതെ അതിനുശേഷമാണ് പിന്നെ ഇതുമായിട്ട് നമുക്ക് ഞാൻ ആദ്യം ചെറുങ്ങനെ ഒന്ന് ചെയ്തു നോക്കിയാൽ അപ്പോൾ എനിക്കൊരു ടച്ച് കിട്ടി. അപ്പം അതുകൊണ്ട് ഞാൻ കരുതി നമുക്കൊന്ന് എന്നാൽ വിപുലമായിട്ടൊന്ന് ചെയ്യുക. അങ്ങനെ പല സ്ഥലത്ത് പോയിട്ട് കുപ്പിയെല്ലാം സംഘടിപ്പിച്ച് റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടുന്ന കുപ്പികളെല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് ഇല്ല അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിനൊരു ഇൻട്രസ്റ്റ് വന്നു. പിന്നെ അത് അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുവാണ്. അതെ അത് ഇങ്ങനെ ഒരു കല്ല് കിട്ടി, അത് ഒരു നല്ല ഷേപ്പുള്ള കല്ല്. അപ്പം അതിലങ്ങനെ ഒന്ന് ചെയ്യാന്നുള്ള ഇതിലൊന്ന് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുപ്പിയിലൊക്കെ എന്ത് പെയിന്റാ ഉപയോഗിച്ചത് ഇത് ചെയ്യാൻ വേണ്ടി? കുപ്പിയിൽ അക്രിലിക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ കാരണം ഇത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് തോന്നുന്നത് പോലെ ഞാൻ ചെയ്തേ ഉള്ളൂ. അത് കൃത്യമായൊന്നും എനിക്ക് അതിനെ പറ്റിയിട്ട് അറിയില്ല. എന്നാലും കാണാൻ ഒരു വൃത്തിയുണ്ട്, അത്രേ ഉള്ളൂ. അത് ഇങ്ങനെ തന്നെ ഞാൻ പിന്നെ അതെ എല്ലാ അക്രിലിക് തന്നെ ചെയ്തിന്. അപ്പം ചെയ്ത് നോക്കിയതാണ്. നമുക്ക് പറ്റുമോ എന്നുള്ളത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കിയാൽ ഒരു ഇവ കൂടാതെ ബോൺസായി മരങ്ങളുടെ ഒരു നിര തന്നെയുണ്ട് ഇദ്ദേഹത്തിന്റെ കൈവശം. 32 വർഷങ്ങൾക്ക് മേൽ പ്രായം വരുന്ന ബോൺസായി അരയാൽ മരം ഇവിടെയുണ്ട്. ബോൺസായി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചെറിയ ചെടീനെ നമ്മൾ കൊണ്ടുവന്ന് ഒരു പരന്ന പാത്രത്തിൽ അതിനെ നട്ട് അതിനെ വേര് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വർഷമെല്ലാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണ് മാറ്റണം. മണ്ണ് മാറ്റിയിട്ട് അതിൻ്റെ പുറമേയുള്ള വരുന്ന വേരുകളും ഇതെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ തായ് വേര് മാത്രം വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ അത് വർഷം തോറും അങ്ങനെ ചെയ്തിട്ട് പിന്നെ അപ്പോൾ വളരുന്നതിന് കണക്കായിട്ട് നമ്മൾ അതിൻ്റെ പിന്നെ ഈ അതിൻ്റെ ഇതും പിന്നെ ഇതിൻ്റെ തളിര് വരുന്നതിനെ കുറേയധികം കട്ട് ചെയ്ത് മാറ്റുക. വേണ്ടുന്ന മാത്രം വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം കിട്ടൂല. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 32 വർഷമായി ഇതിനെ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ ബോൺസായിൻ്റെ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പം ഇതിലും ചെറുതായിട്ടെല്ലാം ആക്കാം. പക്ഷെ നമുക്ക് അതിൻ്റേതായ ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെ നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സമയം കൂടി വേണമല്ലോ. അതെ, സമയം വേണം. പിന്നെ എപ്പോഴും കിട്ടുന്ന സമയം ചെയ്യൂ, അത്രയേ ഉള്ളൂ.
കൊറോണ കാലഘട്ടമാണ് പ്രമോദിനെ ഈ വഴിക്ക് നയിച്ചത്. ചിത്രരചന അറിയാതെ ഇത്രയധികം ചിത്രങ്ങൾ വരയ്ക്കാനും ബോൺസായി മരങ്ങളുടെ പരിപാലനം എങ്ങനെയെന്നറിയാതെ ഇതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആത്മസംതൃപ്തിയിലാണ് പ്രമോദ്. വെൽഡിംഗ് ജോലി ചെയ്യുന്ന ഇദ്ദേഹം ഒഴിവു സമയങ്ങളിലാണ് ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്. ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ ചിത്രരചന തുടരണം എന്ന് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ആഗ്രഹം. ഭാര്യയും കുട്ടികളും എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകി കൂടെ തന്നെയുണ്ട്. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ സിറ്റി ന്യൂസ് എപ്പോഴും പ്രതിജ്ഞാബദ്ധമാണ്. നിങ്ങൾ തയ്യാറായാൽ ഞങ്ങൾ റെഡി. ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം ജയദേവൻ, സിറ്റി ന്യൂസ്, കണ്ണൂർ.